ഒരാവേശത്തിലാണ് തൃശൂർ നഗരി പൂരത്തിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. പ്രസാദ് കാളിദാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മിനിസ്റ്ററുടെ കാര്യം ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ മിനിസ്റ്ററിനെ ആദ്യം എങ്ങനെയായാലും ഈ പൂരപ്പറമ്പിൽ എവിടെങ്കിലും കാണുമെന്നുള്ളത്. നമ്മളന്ന് പുലികളിക്കും, നമ്മളന്ന് ഏതെങ്കിലും പരുവത്തിൽ നമ്മളെ കാണും. എങ്ങനെ ഏത് ദിവസമായിട്ട് സത്യത്തിൽ ഇത്തവണ 30-ാം തീയതി നടന്ന ക്യാബിനറ്റിൽ ഞാനൊരു ലീവ് ചോദിച്ചു, കൊടിയേറ്റായിരുന്നു. അപ്പോ CM പറഞ്ഞു, ഒരാൾക്ക് തരുന്നാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, ഇത് നടത്തിപ്പും ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുപോകണ്ടേ. അപ്പോ അത് മുതൽ നമുക്ക് ഇത്തവണ പൂരത്തിന്റെ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട് സാമ്പിള് ഒന്ന് പറയാം, ഗംഭീരമായിരുന്നു. അതിഗംഭീരം. ഒരു സാമ്പിൾ അല്ല, 1.5 സാമ്പിളാണ്. അടിപൊളി എന്ന് ഇന്നലത്തെ സാമ്പിൾ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം, പരാതികൾ അധികം ഉണ്ടായിട്ടില്ല. കാരണം മറ്റത് ഞങ്ങൾ എത്രയോ കൊല്ലമായി സാമ്പിൾ നടക്കുമ്പോൾ ഓരോ കൊല്ലത്തിലും അവിടെ വിട്ടില്ല, ഇവിടെ വിട്ടില്ല, ഈ പോയിന്റിൽ പ്രശ്നം, ആ പോയിന്റിൽ പ്രശ്നം, കുഴിയെടുത്തില്ല, വളണ്ടിയർമാർക്ക് നിൽക്കാൻ പറ്റിയില്ല, കൂപ്പൺ കിട്ടിയില്ല. ഇന്നലെ ഇതെല്ലാം നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് ഓരോ കാര്യത്തെയും നേരിട്ട് കണ്ട്, ഇപ്പോ എടംവല പ്രമാണി, വലന്തല പ്രമാണി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമാണികൾക്ക് തന്നെ കൊട്ടിലുള്ള പ്രത്യേകത പോലെ നിയന്ത്രിക്കുന്നവരിലും പ്രമാണിമാരെയാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഇന്നലെ ഇപ്പൊ സാമ്പിൾ വെടിക്കെട്ട് നമ്മൾ കണ്ടല്ലോ, LED ക്യാമറ, LED ലൈറ്റുകളുടെ ഒക്കെ മഹാപ്രപഞ്ചം നമ്മൾ കണ്ടു. പൂരത്തിന്റെ സാമ്പിൾ ഇതെന്താണ്? ഇതാണെങ്കിൽ വെടിക്കെട്ട് എന്തായിരിക്കും ആലോചിച്ചു. ഇനി ആ വെടിക്കെട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോ പ്രധാനമായിട്ടും നമ്മുടെ ഒരു പൂര വിളംബരമാണ് വരുന്നത്. ശിവകുമാറിന്റെ തിടമ്പിലേന്തി 8:30 മണിയോടുകൂടി നെയ്തലക്കാവ് ഭഗവതി ശിവകുമാറിന്റെ തിടമ്പേറി അവിടെ നിന്ന് പുറപ്പെട്ട് കഴിയുമ്പോഴേക്കും ഇവിടെ ജനസാഗരമായിരിക്കും. നമുക്ക് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജനങ്ങളുടെ ഒരു ഒഴുക്കായിരിക്കും. ഓരോ ഘട്ടത്തിലും ആ മാസ്മരികമായിട്ടുള്ള ഒരു ഇതുപോലെ ഒരു സിംഫണി ഞാൻ സത്യത്തില് നമ്മൾ ലോകത്ത് എവിടെ അന്വേഷിച്ചാലുണ്ട്. ഓരോരുത്തർക്കും വരുന്നതിന് പോലും പിന്നെ പഞ്ചവാദ്യം കൊട്ടി വരുന്നു, നടപ്പാണ്ടി കൊട്ടി ഇങ്ങോട്ടെത്തുന്നു, നടുവിലാലിലേക്ക് കയറുമ്പോൾ അത് പഞ്ചവാദ്യമായി മാറുന്നു. ഇങ്ങനെ ഓരോന്നിനും പഞ്ചവാദ്യം ഉണ്ടാകും, പാണ്ടി ഉണ്ടാകും, നടപ്പാണ്ടി കൊട്ടി വരും, ചെമ്പട കൊട്ടി. ഇപ്പോൾ പാറമേക്കാവ് ഭഗവതി നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ നടക്കുന്ന മേളം ചെമ്പട മേളമാണ്. അതൊരു അസാമാന്യമായ അനുഭവമാണ്. ചെമ്പട മേളം കഴിഞ്ഞ് കിഴക്കേ നടവഴി അകത്തോട്ട് കയറിയാൽ പിന്നെ മതിക്കകത്ത് പാണ്ടി കൊട്ടുന്ന ഏകപൂരം, പാണ്ടി മതിലിന്റെ അകത്ത് സാധാരണ പതിവില്ല, ഏകപൂരം തൃശ്ശൂർ പൂരാണ്. ഞാൻ കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകരോടും സ്നേഹപൂർവ്വം പറയാനുള്ളത്, ധൈര്യമായി വരാം തൃശ്ശൂരിലേക്ക്. കൃത്യമായ ക്രമീകരണങ്ങളൊക്കെ നമ്മൾ കൃത്യമായ ക്രമീകരണങ്ങൾ, ഒന്നിനും ഒരു കുറവുണ്ടാകില്ല, ഒന്നിനും ഒരു കുറവുണ്ടാകില്ല. 14 ലക്ഷം പേർ വരുന്ന പൂരമായിട്ടാണ് ഏറ്റവും വലിയ നമ്പർ ഉണ്ടായത്. ഇത്തവണ അതിന്റെയും 25%, അതായത് 18 ലക്ഷത്തോളം ആളുകൾ വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിദേശത്തു നിന്നൊക്കെ തന്നെ ആളുകൾ ധാരാളമായി എല്ലാ കൊല്ലം വരുന്നുണ്ട്. വിദേശത്ത് നിന്ന് ആളുകൾ വരിക എന്ന് മാത്രമല്ല, ഈ നിൽക്കുന്ന ഓരോ മരത്തിനും ഈ പിന്നെ നഗരത്തിന് ചുറ്റുമുള്ള ഓരോ കോളേജിന്റെയും ക്ലാസ്മേറ്റുമാർ ഒന്നിക്കുന്ന ഒരു കഥ പറയാനുണ്ടാവും. കാരണം ഞങ്ങൾ 89 അങ്ങനെ ഒരു കൂട്ടായ്മയുടെ കഥയുണ്ട്, നേരത്തെ നമുക്കുണ്ട്. ഇപ്പോ ഇതായതിനു ശേഷം ഒരു കൂട്ടായ്മ നടക്കില്ല. ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ ഇതന്നെ കൂട്ടായ്മ. അപ്പൊ ഇങ്ങനെ കാണുന്നല്ലാതെ മറ്റത് ഓരോരുത്തർക്കും ഇന്ന ഭഗവതി എഴുന്നള്ളി വരുന്ന സമയം എന്ന് പറയുന്ന പോലെ ആളുകൾ കാണാൻ അവർ പറയും, മറ്റേ ആലിന്റെ താഴെ ഞങ്ങൾ 11:30 ഉണ്ടാകും, ഈ ആലിന്റെ താഴെ, ഈ മരത്തിന്റെ താഴെ. ആ ഒരു ടൈമിങ് സൗഹൃദങ്ങളിൽ പോലും ഉണ്ടാകും. തത്തയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന ചേച്ചി മുതൽ മേളപ്രമാണിക്ക് വരെ, ഓരോ വെടിക്കെട്ട് തലവന് വരെ ഓരോ ജോലിയും ചെയ്തു തീർക്കാനുണ്ട്. അവരത് ഭദ്രമായിട്ട് ചെയ്യാണ്. ഗംഭീര. അപ്പൊ ഇന്നിപ്പം പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു പൂര വിളംബരമുണ്ട്. അതിനുശേഷം ഇന്ന് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയും കൂടെ ഇന്നലെ രാവിലെ ആരംഭിച്ചു. 93 ആനകളായിരിക്കും വരിക. എറണാകുളം ശിവകുമാറിന് ആദ്യത്തെ ടോക്കൺ കൊടുത്തുകൊണ്ടാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത്. അവിടെ മുതൽ 93 ആനകളുടെയും പരിശോധന ഇന്ന് രാത്രി 9 മണിയാകുമ്പോഴേക്കും പൂർത്തിയാകും. കൃത്യം രാമന്റെയും പരിശോധന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണ് ഇത്തവണ ചെമ്പൂക്കാവ് ഭഗവതിയുടെ. അതുകൊണ്ട് നല്ല ശ്രദ്ധ, ആളുകൾ കൂടുതലുണ്ടാകും. എല്ലാം ഞങ്ങൾ പ്രായത്തിന്റേതായ പ്രശ്നം രാമനും ഉണ്ട്. അല്ല, അത് സാധാരണ, ഒരു പ്രയാസവും ഉണ്ടാകില്ല. ഇതൊക്കെ പൂരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ അപ്പുറത്ത് വിദ്യാധര മാഷ കണ്ടു. വിദ്യാധര മാഷ് രാവിലെ 80 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹം പാടുന്ന പാട്ട് കേട്ടാൽ പുതിയ കാലത്തെ പാട്ടുകാർക്ക് പോലും അത്ഭുതം തോന്നും. ആ വിധത്തിൽ ഇവിടെ പ്രായം ഒരു പ്രശ്നമല്ല. 1 വയസ്സായ കുഞ്ഞു മുതൽ 101 വയസ്സായ ആള് വരെ ഇവിടെ സമ്മേളിക്കും ഈ ദേവസംഗമത്തിൽ. മിനിസ്റ്ററാണ് അപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്നത്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മിനിസ്റ്ററും അറിയിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനോടൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.